തേന. പക്ഷേ തേനിൻ്റെ പുറകിലൊരു കഥയുണ്ട്. ഒരു കഥയല്ല, കുറേ കഥകളുണ്ട്. അപ്പം പണ്ട് മുതലേ ഞാൻ ഇങ്ങനത്തെ തീർക്കട്ടെ. അപ്പോൾ പണ്ട് മുതലേ ഞാൻ ഡിയക്കപ്പ ഉള്ള സമയം മുതലേ ഇങ്ങനത്തെ ഓരോരോ ഇൻട്രസ്റ്റിംഗ് കഥകൾ തപ്പിപ്പോകുന്ന ആളാണ്. അപ്പം തേനിനെ പറ്റിയൊരു കഥയുണ്ട്. ഇത് ഹെറോഡറ്റസ് എന്ന് പറയുന്നത്, അതായത് ഹെറോഡറ്റസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് ഹിസ്റ്റോറിയൻ്റെ, അതായത് 500 BC ആ സമയത്തുള്ള ഒരു ഗ്രീക്ക് ഹിസ്റ്റോറിയൻ്റെ ഹിസ്റ്ററീസ് എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് ബുക്സ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് സെക്കൻഡ് ബുക്കിൽ എന്തോ ഉള്ള ഒരു ഫാക്റ്റാണ്. അതായത് പണ്ട് കാലത്ത് ഈജിപ്ഷ്യൻ കിങ്സിന് ഏതോ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് രാജാക്കന്മാർ മലേറിയ വന്ന് മരിക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ അവർ അന്ന് ആ ഒരു രാജാക്കന്മാരുടെ ലൈഫാണല്ലോ പഴയ കാലത്ത് എന്നൊക്കെ പറയുമ്പം രാജാക്കന്മാരുടെ ലൈഫാണ് ഓരോ പടയാളിയും രക്ഷിക്കേണ്ടത് അല്ലേ. ഇപ്പോൾ വാരിയേഴ്സ് ആണെങ്കിലും എല്ലാവരും രക്ഷിക്കേണ്ടത് അവർ ജീവൻ കൊടുത്ത് നിൽക്കുന്ന രാജാവിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ്. അപ്പോൾ പണ്ട് കാലത്ത് പറയപ്പെടുന്നത്, അക്കോർഡിംഗ് ടു ഹെറോഡറ്റസിൻ്റെ തിയറി വെച്ചിട്ട് പറയുന്നതെന്ന് വെച്ചാൽ ഹണി സെർവൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് അവരുടെ മുകളിൽ ഹണി ഒഴിക്കും, ഭയങ്കരമായിട്ട് ഹണി ഒഴിക്കും. തേനിങ്ങനെ ഫുള്ള് കുളിപ്പിച്ചിട്ട് രാജാക്കന്മാർ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നിർത്തും. ആൻഡ് അതിൻ്റെ കാരണം എന്താ, ഈ മലേറിയ പോലത്തെ വലിയ വലിയ അസുഖങ്ങൾ പരത്തുന്ന ഇൻസെക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ പ്രൈമറി ടാർഗറ്റ് ഈ ആൾക്കാരായിരിക്കും. ഈ രാജാക്കന്മാർ അവിടെ പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കും. കാരണം ഇവിടെ ഇതുണ്ടല്ലോ, സാധനം ഉണ്ടല്ലോ, ഹണി ഉണ്ടല്ലോ. അപ്പോൾ ഈ ഹണിയുടെ മേത്ത് വന്നിരുന്ന് ഈ രാജാക്കന്മാരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പണ്ട് കാലത്ത് ഹണി സെർവൻസ് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ പുറകിലുള്ള ഫാക്റ്റ് ഞാൻ ഫാക്ട് ചെക്ക് ചെയ്തിട്ടാണ് ഇത് പറഞ്ഞത്. ഈ ഹെറോഡറ്റസിൻ്റെ ഒരു വേറെ കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിനെ പറയുന്നത് ഫാദർ ഓഫ് ഹിസ്റ്ററി എന്നാണ്. കാരണം ഏറ്റവും ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കുറേ ഇങ്ങനത്തെ കാര്യങ്ങൾ ഏറ്റവും ആദ്യം വേൾഡിലേക്ക് എത്തിച്ച ആളുകളിൽ ഒരാളാണ്. അപ്പോൾ ഫാദർ ഓഫ് ഹിസ്റ്ററി ഹെറോഡറ്റസിൻ്റെ ബുക്സിൽ ഉള്ള ഒരു കഥയാണിത്, ഹണീനെ പറ്റി. അപ്പോൾ നമ്മൾ ഇതുപോലെ ഡെയിലി ലൈഫിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും ഒരുപാട് കഥകൾ അതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ ഞാൻ ഇനി പയ്യെ എൻ്റെ അറിവിലുള്ള ഇവിടുന്നൊക്കെ വായിച്ചായിരിക്കും എല്ലാം ശരിയാവണമെന്നൊന്നുമില്ല. അതുപോലെ എന്താ പറയുക, എന്നാൽ എൻ്റെ സ്വന്തം കഥയൊന്നും എടുത്തിട്ടില്ല കേട്ടോ, അതോർത്ത് പേടിക്കണ്ട. പക്ഷേ ഇങ്ങനത്തെ ഓരോരോ കഥകളൊക്കെ കിട്ടുമ്പോൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറയണം. ആൻഡ് എൻ്റെ ഇങ്ങനത്തെ കഥകൾ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടോ എന്നും കമൻറ്റ് ചെയ്യണം. ആൻഡ് ഓൾസോ ഈ ഹണിയുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് പറയണം. പിന്നെ ഇതൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ, ഈ ഹണി ഒഴിച്ചിട്ടുള്ള ഈ ഹണി സെർവൻസ് രാജാക്കന്മാരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കഥ ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതും പറയണം. ഓക്കെ, ടാ.